മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്നത് തന്നെ ബുദ്ധിയാ. ആ ബുദ്ധിയെ ഇല്ലാതാക്കുന്ന തെറ്റാണ് ലഹരി എന്ന് പറയുന്നത്. ഇത് വിശദീകരിച്ച് മഹാന്മാര് പറഞ്ഞു, ഈ ലഹരിയുടെ ഏറ്റവും വലിയ വിപത്ത് നിനക്ക് അല്ലാഹു ജൗഹറായി വിലപിടിപ്പുള്ള വസ്തുവായിട്ട് തന്ന ബുദ്ധി, ആ ബുദ്ധിനെ ഡിലീറ്റ് ആക്കണ സാധനല്ലേ മോനെ ലഹരി. ആ ലഹരിയുടെ തെറ്റ് അത് തന്നെ പോലെ. ലഹരി ഉപയോഗിച്ചയാൾക്ക് ഏത് തെറ്റ് ചെയ്യാനും മടിയുണ്ടാവില്ല. ഒരാളെ പിടിച്ചുകൊണ്ടുപോയി വേറൊരാൾ, എന്നിട്ട് പറഞ്ഞു ഒന്നിക്കിൽ നീ ഈ പെണ്ണിനെ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പിഞ്ചു പൈതലിനെ കൊല്ലണം, അല്ലെങ്കിൽ ആ മുസാഫ് എടുത്ത് കത്തിക്കണം, അതും അല്ലെങ്കിൽ മദ്യം കഴിക്കണം. ഇയാൾ വിചാരിച്ചു ഒരു പിഞ്ചു പൈതലിനെ കൊല്ലാനോ, സഹിക്കാൻ പറ്റൂല അത്. ഇയാളെ വ്യഭിചരിക്കാനോ, ഈ പെണ്ണിനെ എത്ര വൃത്തികെട്ട തെറ്റാ, മുസാഫ് കത്തിക്കാനോ, ഞാൻ എന്തിനാ പിന്നെ ജീവിക്കണത്, ഏറ്റവും ലഘുവായത് കള്ളു കുടിക്കലാണല്ലോ എന്ന് കരുതി അയാൾ കുടിച്ചു. ബാക്കി 3 തെറ്റും അയാൾ ലഹരിയിൽ അമർന്ന് ചെയ്യുകയും ചെയ്തു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. എല്ലാ തെറ്റിന്റെയും ലീഡറാണ് ലഹരി എന്ന് പറയുന്നത്. എല്ലാ തെറ്റിന്റെയും ലീഡറാണ് ലഹരി എന്ന് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണെന്ന് പുതിയ കാലത്തെ വർത്തമാനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പുറത്തെത്തിയാൽ അടിച്ച് ചാമ്പലാക്കുമെന്ന് വിളിച്ചു പറയാൻ മാത്രം കുട്ടികൾക്ക് ധൈര്യം കിട്ടാനുള്ള നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോഴെല്ലാം രക്ഷപ്പെടാനും വിജയിക്കാനും ഒറ്റ വഴിയേ ഉള്ളൂ. ഇസ്ലാം നമുക്ക് വന്നൊരു വരണ്ട്, ആ വരന്റെ അപ്പുറത്ത് നമ്മൾ